പ്രൈസ് ലോർഡ്. ഇന്ന് ദൈവവേലക്കാരും ക്രിസ്തീയ സഭയും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ആരാണ് യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയാൻ പറ്റാത്തത്. കാരണം എല്ലാവരുടെയും പ്രവർത്തനവും വാക്കുകൾ കൊണ്ട് അവർ ദൈവത്തെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നതായിട്ടാണ് എല്ലാവരും കാണിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ഏതാണ് റിയാലിറ്റി എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വലിയൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായം 15 വാക്യത്തിൽ യേശു പത്രോസിനോട് ചോദിക്കുന്നു, ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. എന്തുകൊണ്ടാണ് ഈ ഒരു ചോദ്യം പത്രോസിനോട് യേശു ചോദിച്ചതെന്ന് വെച്ചാൽ, പത്രോസ് തൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും തൻ്റെ വാക്കുകൾ കൊണ്ടും എപ്പോഴും ഞാനാണ് ദൈവത്തെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നു എന്ന് കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പലപ്പോഴും നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. യേശുവിനോട് പറഞ്ഞിട്ടുണ്ട്, ആരൊക്കെ ഇടറിപ്പോയാൽ ഞാൻ എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും നിന്നെ വിട്ട് ഇടറി മാറത്തില്ല, മരിക്കേണ്ടി വന്നാലും നിൻ്റെ കൂടെ ഇരിക്കും. വാക്കുകൾ കൊണ്ട് പലതവണ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനാണ് യേശുവിനെ കൂടുതലായിട്ട് സ്നേഹിക്കുന്ന വ്യക്തി എന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പത്രോസ്. അതുമാത്രമല്ല, വാക്കുകൾ കൊണ്ട് മാത്രമല്ല പ്രവർത്തനങ്ങൾ കൊണ്ടും അത് ചെയ്യുമായിരുന്നു. കാരണം യേശുവിനെ പിടിക്കാൻ വന്നപ്പോൾ റോമൻ പടയാളിയുടെ ചെവി എന്ത് ചെയ്തു, പത്രോസ് കട്ട് ചെയ്തു. അതുമാത്രമല്ല, കടലിൻ്റെ മേൽ യേശു നടന്നപ്പോൾ പത്രോസാണ് നടന്നത്. അപ്പോൾ അങ്ങനെ പ്രവർത്തനങ്ങൾ കൊണ്ടും ദൈവത്തെ ഒത്തിരി സന്തോഷിപ്പിക്കുന്നതായിട്ട് പ്രകടിപ്പിക്കാൻ ശ്രമിച്ച പത്രോസിനോടാണ് ദൈവം ചോദിക്കുന്നത്, ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്. കാരണം ദൈവത്തിന് അത് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. ദൈവത്തിന് അങ്ങനെ തോന്നൽ ഉണ്ടായിട്ടേ ഇല്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. നാം ഈ രണ്ട് കാര്യം കൊണ്ടാണ് ഞാൻ ദൈവത്തെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നത് കാണിക്കാൻ പറ്റത്തുള്ളൂ. ഒന്ന്, എൻ്റെ വാക്കുകൾ കൊണ്ട്, എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട്. നമ്മൾ പലപ്പോഴും പലവിധമായ വാക്കുകൾ കൊണ്ട് ഇങ്ങനെ ദൈവത്തെ ആരാധിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ പാട്ടുകൾ പാടുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ, മറ്റുള്ളവർ കാണുമ്പോൾ എന്ത് സ്നേഹമാണ് ദൈവത്തിനോട് എന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിലായിരിക്കും നമ്മുടെ വാക്കുകൾ. ചിലപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ്. ഒരു ദിവസം ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ രാവിലെ നമ്മൾ പള്ളി വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂൾ, കൊയർ, യൂത്ത്, അല്ലെങ്കിൽ അമ്മമാരുടെ മീറ്റിംഗ്, അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥന കൂട്ടായ്മ എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം 5-6 മണിയാകുമ്പോൾ വീട്ടിലൊന്നും ചെയ്ത് കാണത്തില്ല. അങ്ങനെ നമ്മളെന്ത് ചെയ്യും, പ്രവർത്തിക്കും. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ സഭ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് തരും, അല്ലെങ്കിൽ വിശ്വാസികൾ കൊള്ളാം, ദൈവത്തെ കൂടുതലായിട്ട് സ്നേഹിക്കുന്ന വ്യക്തി എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് തരും. പക്ഷേ ആ സർട്ടിഫിക്കറ്റ് ഒന്നും ദൈവത്തിൻ്റെ മുമ്പിൽ വിലയാകുന്നില്ല. ദൈവം ചോദിക്കുകയാണ്, ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ട്. അപ്പം പ്രവർത്തനങ്ങൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും ദൈവത്തെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഇത് രണ്ടുകൊണ്ടും മാത്രമേ മനുഷ്യന് ദൈവത്തെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നത് കാണിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ അതിൻ്റെ ആൻസർ എവിടെയാണെന്നറിയാവോ? അതിൻ്റെ 18 വാക്യത്തിൽ പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. എന്ന് വെച്ചാൽ, ഇതുവരെ നീ പ്രവർത്തനങ്ങൾ കൊണ്ട് ദൈവത്തെ സന്തോഷിപ്പിക്കുവാനും വാക്കുകൾ കൊണ്ട് ദൈവത്തെ സന്തോഷിപ്പിക്കാനും ശ്രമിച്ചപ്പോഴൊക്കെ നിൻ്റെ ഇഷ്ടമുള്ള സ്ഥലത്ത് നടന്നാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ, നിൻ്റെ ഇഷ്ടത്തിന് നീ പ്രാധാന്യം കൊടുത്ത് ജീവിക്കുമ്പോൾ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ കഴിയത്തില്ല, ദൈവത്തിനെ സ്നേഹിക്കാനായിട്ട് കഴിയത്തില്ല. പലപ്പോഴും നാം ദൈവത്തിന് വേണ്ടി പ്രവർത്തനങ്ങൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും ഭയങ്കരമായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് വെളിപ്പെടുത്തുന്ന നമ്മൾ തന്നെ ചില ഇഷ്ടങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. ചില ഇഷ്ടങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ദൈവ ഇഷ്ടത്തെ മാറ്റിവെച്ച് സ്വന്തം ഇഷ്ടത്തിന് പ്രയോറിറ്റി കൊടുക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ജീവിതം കൊണ്ട് ദൈവത്തെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നതെന്ന് തെളിയിച്ച് കാണിക്കാനായിട്ട് കഴിയത്തില്ല. പിന്നെ എങ്ങനെ കഴിയും? 2ാമത്തെ ഭാഗത്തിൽ അവിടെ പറയുന്നു, നീ വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിൻ്റെ അരകെട്ടുകയും നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. എന്ന് വെച്ചാൽ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക്. അങ്ങനെ വെച്ചാൽ എൻ്റെ ഇഷ്ടമല്ല, ദൈവ ഇഷ്ടത്തെ അന്വേഷിക്കുന്ന ഒരു ജീവിതം. എക്സാമ്പിൾ, ഇപ്പം ദൈവവചനം പറയുകയാണ്, നീ അവളെ സ്നേഹിക്കണം, അല്ല അവരോട് നീ പിണങ്ങരുത്, അവരെ നീ കരുതണം, അവർ നിനക്കെതിരെ എത്രമാത്രം ക്രൂരമായ കാര്യം ചെയ്താലും അവരെ സ്നേഹിക്കണം, അവരെ കരുതണം, അവരോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ അത് നമുക്കിഷ്ടമുള്ള കാര്യമാണ്? അല്ല, നമുക്കിഷ്ടമുള്ള കാര്യമല്ല. എനിക്കെതിരെ പ്രവർത്തിച്ചവരോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. പക്ഷേ ദൈവവചനം പറയുന്നു, നീ അവരെ ക്ഷമിക്കണം. അപ്പോൾ ഇഷ്ടമില്ലാത്ത വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ദൈവ ഇഷ്ടത്തെ ചെയ്യാനായിട്ട് ദൈവം നമ്മളെ എന്ത് ചെയ്യുന്നു, എക്വിപ്പ് ചെയ്യുന്നു. അപ്പോൾ അതിലേക്ക് വിട്ടുകൊടുക്കുവാൻ, സ്വന്തം ഇഷ്ടത്തെ മാറ്റിവെച്ച് ദൈവ ഇഷ്ടത്തെ അന്വേഷിച്ച്, അത് എത്ര വലിയ കഷ്ടം വന്നാലും പ്രയാസം വന്നാലും സങ്കടമാണെങ്കിലും എൻ്റെ ഇഷ്ടം അല്ല, ദൈവ ഇഷ്ടത്തിന് ഞാൻ നിൽക്കുമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളെ കണ്ട് ദൈവം, ഇവൻ
എന്നെ അധികമായി സ്നേഹിക്കുന്ന വ്യക്തിയാണ്. അത് മാത്രമല്ല, അവിടെ വേറൊരു കാര്യം പറയുന്നു, വേറെ ഒരുത്തൻ വന്ന് നിൻ്റെ അര കെട്ടുമെന്ന്. ഈ വേറെ ഒരുത്തൻ ആരാ? മറ്റൊരുത്തൻ ആരാന്നറിയാവോ? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് അര കെട്ടുക എന്ന് പറയുന്നത് നമ്മളെ നിയന്ത്രിക്കുക. എനിക്കെല്ലാം ചെയ്തിട്ട് എൻ്റെ ഇഷ്ടപ്രകാരമൊക്കെ ഈ ലോകത്ത് ജീവിച്ചിട്ട് ഞാൻ ദൈവത്തെ കൂടുതലായിട്ട് സ്നേഹിക്കുന്ന വ്യക്തി അത് നമുക്ക് തെളിയിക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ കടന്നു വരുമ്പോൾ ചില കാര്യങ്ങൾ വേണ്ടെന്ന് വയ്ക്കണം, ചില കാര്യങ്ങൾക്ക് നോ പറയണം. ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് വന്ന് ദൈവ ഇഷ്ടത്തിന് വേണ്ടി ജീവിതത്തെ വിട്ടുകൊടുത്ത് ഞാൻ എൻ്റെ വാക്കാലും എൻ്റെ പ്രവൃത്തിയാലും ദൈവത്തെ അധികമായി സ്നേഹിക്കുന്നു എന്ന് എനിക്ക് തെളിയിച്ച് കാണിക്കാൻ പറ്റും. അതുകൊണ്ടാണ് പത്രോസിനോട് ദൈവം പറയുന്നത്, ഇങ്ങനെ നീ മാറിയാൽ നീ നിൻ്റെ ജീവിതത്തിലൂടെ, നിൻ്റെ പ്രവർത്തനത്തിലൂടെ, നിൻ്റെ വാക്കിലൂടെ നീ എന്നെ അധികമായി സ്നേഹിക്കുന്ന വ്യക്തിയായിട്ട് മാറും. നമ്മുടെ ജീവിതം എങ്ങനെ ഉണ്ട്? നാം ഗുഡ് സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ് മേടിക്കുന്നത്? പള്ളിയിലെ ദൈവവേലക്കാരിൽ നിന്നാണോ? അല്ലെങ്കിൽ വിശ്വാസികളിൽ നിന്നാണോ? അതല്ല പ്രയോറിറ്റി. നമ്മുടെ പ്രയോറിറ്റി ദൈവസ്ഥലിന് സർട്ടിഫിക്കറ്റ് മേടിക്കണം. ഇവൻ എന്നെ അധികമായി സ്നേഹിക്കുന്ന വ്യക്തി. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.